നമസ്കാരം. പ്രധാന വാർത്തകൾ. മോതിരത്തത്തയെ പിടികൂടി കൂട്ടിലടച്ചു വളർത്തി. വീട്ടുടമയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. വയലിൽ നിന്നും കെണിവെച്ച് പിടികൂടി തത്തയെ വളർത്തിയതിന് വീട്ടുടമസ്ഥനെതിരെ വനം വകുപ്പ് കേസെടുത്തു. നരിക്കുനി പഞ്ചായത്തിലെ ഭരണിപ്പാറ കുടുക്കിൽ എന്ന വീട്ടിൽ നിന്നാണ് കൂട്ടിലടച്ചു വളർത്തിയായിരുന്ന തത്തയെ താമരശ്ശേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും സംഘവും കസ്റ്റഡിയിലെടുത്തത്. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾഡ് 2 പട്ടികയിൽപ്പെടുന്നതാണ് നാട്ടിൻപുറങ്ങളിൽ കാണപ്പെടുന്ന മോതിരത്തത്തകൾ. ഇത്തരം തത്തകളെ പിടികൂടി കൂട്ടിലിട്ട് വളർത്തുന്നത് 7 വർഷം വരെ തടവും 25,000 രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ലഹരിയിൽ ഓണാഘോഷം. തിരുവനന്തപുരത്ത് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. തിരുവനന്തപുരത്ത് ഓണാഘോഷ പരിപാടിക്കിടെ ലഹരി ഉപയോഗിച്ച വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. തട്ടത്തുമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഘർഷമുണ്ടായത്. 8+2 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഘർഷ വിവരം സ്കൂൾ അധികൃതർ തന്നെ പോലീസിനെ അറിയിക്കുകയായിരുന്നു. മെഡിക്കൽ പരിശോധനയിൽ ലഹരി ഉപയോഗം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റിന്റെയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെയും മുമ്പാകെ പോലീസ് റിപ്പോർട്ട് നൽകി. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട 10ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചു. യൂത്ത് ലീഗ് നേതാവ് പിടിയിൽ. യൂത്ത് ലീഗ് ഗുരുവായൂർ നിയോജകമണ്ഡലം സെക്രട്ടറിയും യൂത്ത് ലീഗ് പുന്നയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബാദുഷയാണ് പിടിയിലായത്. രക്ഷിതാക്കളില്ലാത്ത നേരത്ത് പെൺകുട്ടിയുടെ വീട്ടിലെത്തി ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ഇത് പെൺകുട്ടിയെ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നും പരാതിയിൽ പറയുന്നു. മാവേലിക്കരയിൽ സഹോദരങ്ങൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നിര്യാതരായി. തഴക്കര പോത്തന്നൂർ വീട്ടിൽ ബി മോഹൻകുമാർ, വി പത്മകുമാർ എന്നിവരാണ് 3 മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ നിര്യാതരായത്. മോഹൻകുമാർ വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയാണ് നിര്യാതനായത്. രാത്രി 12 മണിയോടെ പത്മകുമാർ വിടവാങ്ങി. മോഹൻകുമാർ തഴക്കര 71 നമ്പർ NSS കരയോഗം ട്രഷററാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് സെക്രട്ടറി, തഴക്കര ശ്രീ സുബ്രഹ്മണ്യ ഹൈന്ദവ സേവാ സമിതി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. പത്മകുമാർ സഹകരണ വകുപ്പ് റിട്ടയർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിരുന്നു. എയർ കമാൻഡർ ചന്ദ്രശേഖർ അന്തരിച്ചു. BJP സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ പിതാവ് എയർ കമാൻഡർ മങ്ങാട്ടിൽ കാരക്കാട് MK ചന്ദ്രശേഖർ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 1954 ഇന്ത്യൻ വ്യോമസേനയിൽ പ്രവേശിച്ച അദ്ദേഹം എയർ കമോഡറായി 1986 വിരമിച്ചു. തൃശൂർ ദേശമംഗലം സ്വദേശിയാണ്.